വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് 9ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് GMG ബാർ എന്ന യൂണിറ്റിലെ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് GMG ബാർ എന്ന യൂണിറ്റിലെ തന്നെ 3ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്റർ നെയിം ഇതാണ്, ബൂട്ടി കാക്കി. അപ്പോ ഈ ബൂട്ടി കാക്കി എന്നൊരു ഹിന്ദി ഫിലിം ഉണ്ട്, അത് ഗുൽസാറിന്റെ ആണ്. അതിന്റെ മക്കൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. ആ ഫിലിം കണ്ടാലാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടുതലായിട്ട് മനസ്സിലാവുക. ഓക്കെ, അപ്പോ ചാപ്റ്റർ നെയിം ഇതാണ്, ബൂട്ടി കാക്കി. ഈ കഥ രചിച്ചിട്ടുള്ളതാരാണ്, എഴുതിയിട്ടുള്ളതാരാണ്? മൂൽ കഹാനി എന്ന് പറയുന്നത് പ്രേംചന്ദ് ആണ്. നിർദ്ദേശകൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കഥ സിനിമയാക്കി മാറ്റിയിട്ടുള്ളത്, അതായത് സംവിധാനം ചെയ്തത് ഗുൽസാർ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് ആണ്. അപ്പൊ എന്താണ് ഈ ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറഞ്ഞാൽ മക്കളെ? ഒരു പുസ്തകത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മൂവിയുടെയോ ഒക്കെ ഒരു ചെറുതായിട്ടുള്ള ഒരു വിവരണം, അതായത് ഹ്രസ്വമായിട്ടുള്ള ഒരു വിവരണമാണ് ബ്ലർബ് അല്ലെങ്കിൽ ശസ്തി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കുന്ന ബുക്കിന്റെ ആ കവറിൽ പുറം ചട്ടയിൽ നമുക്ക് ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് കാണാൻ കഴിയും അല്ലെ? അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ആ സ്റ്റോറി എന്താണ് എന്നുള്ളത്. ഓക്കെ, അതാണ് ശസ്തി യാ ബ്ലർബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൂട്ടി കാക്കി എന്ന കഥയിലെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ശസ്തിയാണ് നമുക്ക് ഇന്നിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूटी काकी. അപ്പൊ എന്താണ് ആധുനിക് ഹിന്ദി സാഹിത്യക്ക്? ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാൽജയി കഥാകാർ, കാലാതീതമായിട്ടുള്ള കഥകൾ രചിച്ചിട്ടുള്ള, അതായത് അദ്ദേഹത്തിന്റെ കഥകൾക്ക് എന്നും ഒരു പ്രസക്തി ഉണ്ടാകും, അത്തരം ഒരു കഥാകൃത്താണ് പ്രേംചന്ദ്. കഥാകാർ പ്രേംചന്ദ് കി എക് മാർമിക് കഹാനി ഹെ ബൂട്ടി കാക്കി. അപ്പോ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു ഹൃദയസ്പർശിയായ ഒരു സ്റ്റോറിയാണ് ബൂട്ടി കാക്കി എന്ന് പറയുന്നത്. ഓക്കെ, മാനവീയ കരുണ की भावना से ओतप्रोत इस कहानी में बुढ़ापे की समस्या को प्रस्तुत किया गया है. അതായത് മാനവീയ കരുണ की भावना से ओतप्रोत എന്ന് വെച്ചാല് മനുഷ്യന്റേതായിട്ടുള്ള ഒരു കരുണയുടെ ഭാവന കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥയാണ് ഇത്. ഏത്? ബൂട്ടി കാക്കി എന്ന് പറയുന്നത്. ഇസ് കഹാനി മേ ബുഢാപ്പേ കി സമസ്യ കോ പ്രസ്തുത് കിയാ ഗയാ ഹെ. ഈ കഥയിൽ എന്താണ്, ഈ ഒരു കഥയിൽ കാണിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല്, ബുഢാപ്പേ കി സമസ്യ കോ പ്രസ്തുത് കിയാ ഗയാ ഹെ. വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന സമസ്യ മീൻസ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്റെ മക്കൾക്ക്? നോക്കിക്കേ, वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की ओर कहानी इशारा करती है. അതായത് വൃദ്ധജനോം കി ജായ്ദാദ് സമ്പത്തി, അതായത് ഈ വൃദ്ധരായ ആളുകളുടെ എന്താണ് ജന്മസ്വത്ത്, അതായത് അവരുടെ സ്വത്തും സമ്പത്തും ഒക്കെ ലേനേക്കെ ബാദ് ഒക്കെ എടുത്തതിനു ശേഷം, അല്ലെങ്കിൽ തട്ടിയെടുത്തതിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൈക്കലാക്കിയതിനു ശേഷം ഉൻകി ഉപേക്ഷ കർണേ വാലേ, അവരെ ഉപേക്ഷിക്കുന്നതിന്റെ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാത്തതിന്റെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന അവരെ ഇങ്ങനെ അവഗണിക്കുന്നതിന്റെ സാമാജിക യഥാർത്ഥിക്ക് ഓർ കഹാനി ഇഷാര കർത്തി ഹെ. അങ്ങനെ അവഗണിക്കുന്നതിന്റെ സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ ഒരു കഥ എന്ത് ചെയ്യുന്നത്? ഇഷാര കർത്തി ഹെ, ഈ ഒരു കഥ വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, ബൂട്ടി കാക്കി കു വിധവാ ഹുയെ 5 വർഷ ഹോ ചുക്കേ ഹെ. അപ്പോ ഈ ബൂട്ടി കാക്കി എന്താണ്? ബൂട്ടി എന്ന് വെച്ചാല് പ്രായമായ അല്ലെങ്കിൽ വൃദ്ധയായ, കാക്കി എന്ന് വെച്ചാല് ഇളയമ്മ. ഓക്കെ, ഇളയമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛന്റെ അനുജന്റെ ഭാര്യയാണ്. അപ്പൊ ഈ ബൂട്ടി കാക്കി എന്താണ് ഇവിടെ പറയുന്നത്? ബൂട്ടി കാക്കി കോ വിധവാ ഹുയെ 5 വർഷ ഹോ ചുക്കേ ഹെ. ഈ ബൂട്ടി കാക്കി വിധവയായിട്ട് 5 വർഷമായി. അതായത് ഈ വൃദ്ധയായ ഇളയമ്മയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 5 വർഷമായി എന്നാണ് പറയുന്നത്. उसके जवान बेटे की भी अकाल मृत्यु हुई.
അപ്പോ ഈ ബൂഢി കാക്കിയുടെ ഇളയ മകനും അകാലത്തിൽ മരിച്ചു എന്നാണ് പറയുന്നത്. ഈ സംസാർ മേ ബൂഢി കോ അപ്നാ കഹനെ വാല കോയി നഹി. അപ്പൊ എന്താണ് ഈ സംസാർ മേ, ഈ ലോകത്തില് ഇപ്പോ എന്താണ്, ബൂഢി കോ അപ്നാ കഹനെ വാല കോയി നഹി ഹെ. ഇപ്പൊ ഈ ഇളയമ്മയ്ക്ക് സ്വന്തം എന്ന് പറയാൻ ഈ ലോകത്തില് ആരും തന്നെ ഇല്ല. ഓക്കെ. काकी अपनी सारी संपत्ति भतीजे के नाम करवाकर उसके साथ रहती थी. അപ്പോ ഈ ബൂഢി കാക്കി എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. കാക്കി അപ്പനി സാരി സമ്പത്തി, തന്റെ ഈ ബൂഢി കാക്കി തന്റെ എല്ലാ സ്വത്തുക്കളും ഭതീജയ്ക്ക് നാം കർവാക്കർ, ഭതീജ എന്ന് വെച്ചാല് സഹോദരന്റെ മകൻ, അപ്പോ അനന്തരവൻ എന്ന് പറയും അല്ലെ. അപ്പോ അങ്ങനെ അനന്തരവന്റെ പേരില് തന്റെ സ്വത്തെല്ലാം എഴുതി വെച്ചിട്ട് എന്താണ് ചെയ്തത്? ഉസ്കെ സാത്ത് രഹ്തി ഥി, അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ഓക്കെ. ഇൻസാൻ കെ ലാലച്ച് കി കോയി സീമ നഹി ഹോത്തി. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് ഒരു പരിധിയുമില്ല, അല്ലെങ്കിൽ അതിരുകളില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. बुद्धिराम और रूपा अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അതായത് ഈ ബൂഢി കാക്കിയോട് നല്ല രീതിയിലാണ് ഈ ബുദ്ധിറാമും ഭാര്യ രൂപയും പെരുമാറിക്കൊണ്ടിരുന്നത്. ഏതുവരെ? ഈ കാക്കി സ്വത്ത് മൊത്തം അവരുടെ പേരിൽ എഴുതി വെക്കുന്നത് വരെ. കണ്ടോ, അതാണ് അവിടെ പറയുന്നത്. എന്താണ്, മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് ഒരു പരിധിയും ഇല്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് വരെ അവർ നന്നായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു. അത് കിട്ടിയതിന് ശേഷം എന്താ ചെയ്തത്? നോക്കിക്കേ. वे लोग बात बात पर बूढ़ी काकी का अपमान और तिरस्कार करते थे. അപ്പൊ എന്താണ് ചെയ്തത്? ഗിഫ്റ്റ് ആയിട്ട് ഈ സ്വത്തെല്ലാം അവർക്ക് കൊടുക്കുന്നത് വരെ അവർ നന്നായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു. അത് കിട്ടിയതിന് ശേഷമാണെങ്കിലോ ഇവരെപ്പോഴും ഈ ബൂഢി കാക്കീനെ ഇങ്ങനെ അപമാനിക്കാനും തിരസ്കരിക്കാനും ഒക്കെ തുടങ്ങി. ഓക്കെ. वे लोग बात बात पर बूढ़ी काकी का अपमान और तिरस्कार करते थे. ഭർ പേട്ട് ഭോജൻ സേ ഭി വഹ് വഞ്ചിത് ഥി. അപ്പോ അവര് വയറ് നിറച്ച് ബൂഢി കാക്കിക്ക് ഭക്ഷണം പോലും കൊടുക്കില്ലായിരുന്നു. അങ്ങനെ ഭക്ഷണം പോലും കൊടുക്കാതെ ആയി. ജോ റിശ്തെ ഢീലി ബുനിയാദ് പർ ടിക്കെ ഹോത്തെ ഹെ വേ റിശ്തെ ഹി ഖത്മ ഹോ ജാത്തെ ഹെ. അപ്പൊ അവിടെ പറയുന്ന എന്താണ്? നല്ലൊരു അടിത്തറയില്ലാത്ത ബന്ധങ്ങൾ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. ശരിയാണ് അല്ലെ. അപ്പൊ ഇവര് ഈ സ്വത്തെല്ലാം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് വരെ ഈ ബുദ്ധിറാമും രൂപയും നമ്മളെ ബൂഢി കാക്കിയെ നല്ലതുപോലെ നോക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇതെല്ലാം അവരുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം ബൂഢി കാക്കീനെ എന്ത് ചെയ്യാൻ തുടങ്ങി? അപമാനിക്കാനും തിരസ്കരിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം പോലും കിട്ടാതെ ആയി. छोटी लड़की लाडली परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है. അപ്പൊ എന്താണ്? ചോട്ടി ലഡ്കി ലാഡ്ലി. അപ്പൊ ഈ ലാഡ്ലി എന്ന് പറയുന്നത് ബുദ്ധിരാമിന്റെയും രൂപയുടെയും പ്രിയപ്പെട്ട മകളായിരുന്നു. അപ്പൊ എന്താ ചെയ്തത്? लाडली छोटी लड़की लाडली परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है. അതായത് ആ വീട്ടില് ആ ഒരു ചെറിയ കുട്ടി മാത്രമാണ് എന്താണ്, ഈ ബൂഢി കാക്കിനെ കുറച്ചെങ്കിലും നോക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അല്ലാണ്ട് മറ്റുള്ളവരാരും ശ്രദ്ധിക്കലില്ലായിരുന്നു. അപ്പൊ ഈ ഒരു കൊച്ചുകുട്ടി അവരെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മുൻഷി പ്രേംചന്ദ് की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. അപ്പോ മുൻഷി പ്രേംചന്ദ് രചിച്ച ഈ ഒരു അവിസ്മരണീയമായ സ്റ്റോറീനെ ബേസ് ചെയ്ത് ഗുൽസാർ എടുത്ത ഒരു ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ ഒരു ഷോർട്ട് ഫിലിമാണ് ഈ ബൂഢി കാക്കി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൂഢി കാക്കി എന്ന ഷോർട്ട് ഫിലിമിന്റെ ഒരു ബ്ലർബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രേംചന്ദിനെയും അതുപോലെ ഗുൽസാറിനെയും ഒന്ന് പരിചയപ്പെടാം. ഹിന്ദി കെ സബ്സെ മഹാൻ കഥാകാർ ഹെ പ്രേംചന്ദ്.
അപ്പൊ ഹിന്ദിയിലെ ഏറ്റവും മഹാനായ സാഹിത്യകാരനാണ് പ്രേംചന്ദ്. ഉൻക അസ്ലി നാം ധൻപത് റായ് ശ്രീവാസ്തവ് ഹെ. അപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്, ശരിയായ പേര് ധൻപത് റായ് ശ്രീവാസ്തവ് എന്നാണ്. ഉൻകി പ്രമുഖ രചനായേ ഹെ മാൻസരോവർ, ആഠ് ഭാഗ്, രംഗഭൂമി, ഗബൻ, നിർമ്മല, ഗോദാൻ ആദി. അപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറയുന്നത് മാൻസരോവർ, അത് 8 ഭാഗങ്ങളുണ്ട്. പിന്നെ രംഗഭൂമി, ഗബൻ, നിർമ്മല, ഗോദാൻ ആദി, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ. അപ്പൊ ഏതൊക്കെയാണ്? മാൻസരോവർ, രംഗഭൂമി, ഗബൻ, നിർമ്മല, ഗോദാൻ മുതലായവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ. അദ്ദേഹം ജനിച്ചത് എന്നാന്ന് നോക്കിക്കേ. ജന്മ 31 ജൂലൈ 1880, അതായത് 1880 ജൂലൈ 31-നാണ് അദ്ദേഹം ജനിച്ചത്. മരണം എന്നായിരുന്നു? 8 അക്ടോബർ 1936, 1936 ഒക്ടോബർ 8-നാണ് അദ്ദേഹം മരിച്ചത്. ഇനി നോക്കിക്കേ, ഗുൽസാറിനെ പരിചയപ്പെടാം. ഗുൽസാർ ഹിന്ദി ഗീതക്കാർ ഹോനെ കെ സാഥ് ഹി ഗസൽക്കാർ, പട്കഥാ ലേഖക്, ഫിലിം നിർദ്ദേശക് ഭി ഹെ. അപ്പോ ഹിന്ദിയിലെ സംഗീതജ്ഞൻ എന്നതിലുപരി പിന്നെന്തൊക്കെയാണ്? ഗസൽകാരനാണ്. പിന്നെന്താണ്? പട്കഥാ ലേഖക്, ഫിലിം നിർദ്ദേശക് ഭി ഹെ. അതുപോലെ തിരക്കഥാകൃത്താണ്. പിന്നെ സിനിമ ഡയറക്ടർ കൂടിയാണ്. പത്മഭൂഷൺ, ഓസ്കാർ പുരസ്കാർ, സാഹിത്യ അക്കാദമി പുരസ്കാർ, ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാർ ആദി സെ വേ സമ്മാനിത് ഹെ. അപ്പോ ഇദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ്, ഓസ്കാർ പുരസ്കാരം, സാഹിത്യ അക്കാദമി പുരസ്കാർ, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാർ, ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ആരെയാണ്? ഗുൽസാറിനെ. അദ്ദേഹത്തിന്റെ ജന്മം എന്നാണ്? 18 അഗസ്റ്റ് 1934, 1934 ഓഗസ്റ്റ് 18-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. അപ്പോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശസ്തി അഥവാ ബ്ലർബ് ക്യാ ഹെ? ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 21-ൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ब्लर्ब किसी पुस्तक, सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. അപ്പൊ എന്താണ് പറയുന്നത്? ബ്ലർബ് എന്ന് വെച്ചാല് ഒരു പുസ്തകത്തിന്റെയോ സിനിമയുടെയോ യാ അന്യ സൃജൻ കാര്യ കെ പ്രചാർ കെ ലിയെ ലിഖേ ജാനെ വാലെ പ്രേരക് സാരാംശ് ഹെ. അപ്പൊ ഒരു പുസ്തകത്തിന്റെയോ സിനിമയുടെയോ മറ്റേതെങ്കിലും സൃഷ്ടിയുടെയോ പ്രചാരണത്തിനായി എഴുതുന്ന ഒരു എന്താണ്? ലിഖേ ജാനെ വാലെ പ്രേരക് സാരാംശ് ഹെ, ഒരു പ്രചോദനാത്മക സംഗ്രഹമാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ബ്ലർബ് മേ കിതാബ് യാ ഫിലിം സെ സംബന്ധിത് മഹത്വപൂർണ്ണ ബാത്തോം കോ ഹി ഷാമിൽ കിയാ ജാതാ ഹെ. അപ്പോ എന്താണ് പറയുന്നത്? പുസ്തകവുമായോ സിനിമയുമായോ ബന്ധപ്പെട്ട മഹത്വപൂർണ്ണ ബാത്തോം കോ ഹി ഷാമിൽ കിയാ ജാതാ ഹെ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ബ്ലർബിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. इसमें रचना और रचनाकार से संबंधित संक्षिप्त विवरण शामिल होगा. പിന്നെന്താണ്? കൃതിയെയും രചനാകാർ സൃഷ്ടാവിനെയും കുറിച്ചുള്ള ഒരു ഹ്രസ്വ വിവരണം അതിൽ ഉൾപ്പെടുത്തും. किसी लोकप्रिय पात्र हो तो उसका भी जिक्र करना अच्छा होगा. ഒരു ജനപ്രിയ കഥാപാത്രമുണ്ടെങ്കിൽ അദ്ദേഹത്തെയും പരാമർശിക്കുന്നത് നന്നായിരിക്കും. ब्लर्ब आम तौर पर किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. അപ്പോ ബ്ലർബ് സാധാരണ രീതിയിൽ പുസ്തകത്തിന്റെയോ അല്ലെങ്കിൽ എന്താണോ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിന്റെ പിൻ കവർ പേജിലോ ആണ് എന്ത് ചെയ്യുന്നത്? പ്രിന്റ് ചെയ്യപ്പെടുന്നത്. ब्लर्ब के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. അപ്പോ ഒരു ബ്ലർബ് അച്ചടിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വായനക്കാരനെയോ അല്ലെങ്കിൽ കാഴ്ചക്കാരനെയോ കൃതിയിലേക്ക് ആകർഷിക്കുക എന്നതാണ്. ബ്ലർബ് പഠ്തേ ഹി പാഠക് യാ ദർശക് കിതാബ് പഠ്നെ യാ ഫിലിം ദേഖ്നെ കെ ലിയെ പ്രേരിത് ഹോ ജായേ. അപ്പോ വായനക്കാരനോ കാഴ്ചക്കാരനോ ബ്ലർബ് വായിച്ചാൽ ഉടൻ
പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ സിനിമ കാണാനോ അയാൾക്ക് പ്രചോദനം നൽകുന്നത് ഒന്നായിരിക്കണം. इस दृष्टि से देखा जाए तो ब्लर्ब സ്വയം ഹി एक സൃജനാത്മക कार्य है. ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ബ്ലർബ് തന്നെ ഒരു സൃഷ്ടിപരമായ സൃഷ്ടിയാണ്. इसकी भाषा और प्रस्तुति की शैली अनोखी हो ताकि पढ़ते ही पाठक रचना के प्रति आकर्षित हो जाए. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? വായനക്കാരൻ അത് വായിച്ചാൽ ഉടൻ എന്താണ് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന തരത്തിൽ അതിന്റെ ഭാഷയും അവതരണ ശൈലിയും സവിശേഷമായിരിക്കണം എന്നാണ് പറയുന്നത്.